എന്ത് സൂപ്പർ അല്ലേ? നിങ്ങൾ കിടന്ന് തൊള്ള തുറക്കണ്ട, ഞാൻ വരെയല്ലേ. ഓ എടി, നീ വീട്ടിലോ ചിരിക്കൂലോ, വെളിയിറങ്ങുമ്പോ പല്ല് കാണിച്ചൊന്ന് ചിരിക്കെങ്കിലും ചെയ്യും. ഞാൻ ചിരിച്ചാലേ എന്റെ പല്ലിന്റെ ഉള്ളിൽ നിന്ന് പുഴു ഇറങ്ങി വന്ന് എനിക്ക് തമ്പ് തരും. നിങ്ങളോട് എത്ര ദിവസമായി പറയുന്ന ഈ പുഴുപ്പല്ല ഒന്ന് മാറ്റി തരാൻ. എന്നെ തന്നെ മാറ്റായിരിക്കണം. അപ്പൊ അവളെ പുഴുപ്പല്ല്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞു. എടി, ഇതൊരു മ്യൂസിയമാണ്. മ്യൂസിയം കണ്ടാ? അതെ, ഇതല്ല ശരിക്കും മ്യൂസിയം. നമ്മുടെ വീടാണ് ശരിക്കുള്ള മ്യൂസിയം. അതെന്തെന്നോ, പഴയ ഒരു വീട്, പഴയ കുറെ പാത്രങ്ങള്, പഴയ കുറെ പടങ്ങള്, പിന്നെ പോരാത്തതിന് നിങ്ങളുടെ പഴയ ഒരു അച്ഛനും. ഓഹോ, അപ്പൊ എന്റെ വീട് നിനക്ക് മ്യൂസിയം? അതെ. എന്നാലേ നീ കേറി വന്നപ്പം ആ മ്യൂസിയം മൃഗശാലയായി മാറി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നമ്മൾ ഇവിടെ മ്യൂസിയം കാണാൻ വേണ്ടി വന്നതാണോ? അല്ല. നിങ്ങളുടെ അച്ഛനെ കളയാൻ വേണ്ടി വന്നല്ലേ? നമ്മൾ ഇവിടെ അച്ഛനെ കളയാനാണ് വന്നതേ. ആൾക്കാര് കേൾക്കരുത്. കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. അതായത് നമ്മൾ ഇവിടെ വന്ന അച്ഛന് ഓരോ കാര്യങ്ങൾ കാണിച്ച് ഇങ്ങനെ കറക്കി അങ്ങ് വിടണം. എന്നിട്ട് കളഞ്ഞിട്ട് അങ്ങ് പോണം. അതെ, കറക്കി വിടുമ്പോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അച്ഛന്റെ പൂച്ചയുടെ സ്വഭാവം തിരിച്ചിങ്ങോട്ട് പോരും. അങ്ങനെ വരൂല. ഇനി അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല, കയ്യിലാണെങ്കിൽ മൊബൈൽ ഇല്ല. ഈ സ്ഥലം അച്ഛന് വലിയ പരിചയവും ഇല്ല, അതുകൊണ്ട് വരൂല. എന്റെ ഈശ്വര, തിരിച്ചു വരല്ലേ. ഓ അച്ഛാ, അച്ഛൻ എവിടെയായിരുന്നു? എടാ, നിന്നോട് പറഞ്ഞല്ലോ എന്നെ കയ്യെ പിടിച്ചോണ്ട് നടക്കാം. വഴി തെറ്റും എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഞാൻ വഴി തെറ്റൂല. ഇവളുള്ളോടത്തോളം കാലം നിന്റെ വഴി തെറ്റിക്കും. അച്ഛൻ എവിടെയായിരുന്നു? നമ്മൾ ഇങ്ങോട്ടും കേറി വന്ന വഴിക്ക് അവിടെ ഒരു പ്രതിമ നിപ്പുണ്ടല്ലോ. പ്രതിമ കണ്ടാ എനിക്ക് വീക്ക്നെസ് ആണെന്ന് നിനക്ക് അറിയാം. പ്രതിമ പിടിച്ചു കഴിച്ചപ്പോ നല്ല രസം. ഞാൻ ഇങ്ങനെ പിടിച്ചു പറഞ്ഞപ്പോ എന്റെ പാന്റെ കുക്കം കഴിഞ്ഞു പോയി. എന്നോ തെറിയോ വിളിച്ചു പറഞ്ഞാന്നറിയാവോ? പ്രതിമ അല്ലാർന്നു. അത് അവിടുത്തെ സെക്യൂരിറ്റി ആയിരുന്നു. ഈ പ്രതിമയോ ഒന്നും കാണുമ്പോ തുടരുതെന്ന് ഞാൻ അറിയത്തില്ല. എനിക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്. ഇതേ ഒരു മ്യൂസിയമാണ്. ഇവിടെ ഒരുപാട് പഴയ സാധനങ്ങളുണ്ട്. ഇത് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. ഉറങ്ങിക്കോട്ടെ, അനക്കണ്ട. അതല്ല, അത് കണ്ട ആ ഇരിക്കുന്നുണ്ട. ഇതേ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോ കയ്യിൽ കൊണ്ടുപോയ ഉപ്പ്, അതിന്റെ അതുകൊണ്ട് ചെറിയൊരു അംശമായിരിക്കുന്ന ഉപ്പുകല്ല്. ഇതോ? ഉപ്പുകല്ല് ആരാണ്ട് അണപ്പല്ലെടുത്ത് വെച്ചിട്ട് ഉപ്പുകല്ല പോണോ? അണപ്പല്ലൊന്നും ഉപ്പുകല്ലാണത്. അച്ഛാ, അതുകൊണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അച്ഛൻ തൊട്ട് ഇങ്ങനെ ഇതെല്ലാം കണ്ട് ഇങ്ങനെ കറങ്ങി മൊത്തം വായിച്ചു പഠിക്കുകയും. ഞാൻ പറഞ്ഞ കേട്ട് ഇവിടെ എന്നെ കാണാം. നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ. അല്ല, ഞാൻ നീ എന്തെങ്കിലും പരിപാടി കാണിച്ചു. അയ്യോ മോനെവിടെ പോയി? മാനേ, കറക്കി വിട്ടിട്ട് പോയി. ചെന്ന് കണ്ടുപിടിക്കാം. ഒക്കെ എന്നതാ അത്? എന്നെ ചീട്ടിലെ രാജാവാണോ? ദൈവമേ, മീശിരിക്കണം നോക്കി. തലയെങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാ കൃഷ്ണമണിക്ക് അത് കയറും. വൈബ്രേറ്റ് ചെയ്യണം. ഞാൻ തൊട്ടില്ല. പിന്നെ അയ്യോ, പ്രതിമയ്ക്ക് ജീവൻ വെച്ച്. ജുമാൻജി ഒന്നുമല്ല ഞാൻ അന്ന് പ്രദീപ്. പ്രദീപോ? പിന്നല്ലാണ്ട്. പ്രദീപ് എന്താ ഈ വേഷത്തിൽ? അച്ഛനിക്ക് വന്നേ. അച്ഛനെ പോലെ ചെറിയൊരു അസ്കിത എനിക്കുണ്ട്. ഏത് പ്രതിമയെ പിടിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാനിവിടെ മ്യൂസിയം കാണാൻ വേണ്ടി വന്നപ്പോഴേ ഇതുപോലൊരു പ്രതിമ ഇവിടെ നിപ്പുണ്ടായിരുന്നു. ഞാൻ എന്റെ ഈ അസ്കിത കാരണം ഞാൻ ഇതിനെ ചെറുതായിട്ട് തൊട്ടു. എന്നിട്ടോ ഇതപ്പോഴേ തടുക്ക് പിടിക്കുന്നു, താഴെ വീണു പൊട്ടിപ്പോയെന്നേ. എന്നിട്ട് അപ്പൊ തന്നെ മ്യൂസിയത്തിൽ പോലീസുകാർ ഇവിടെ വന്നു. അവന്മാര് പറഞ്ഞു, ഇത് പകരമായിട്ട് ഒരു പ്രതിമയായിട്ട് നീ ഇവിടെ നിന്നില്ലെങ്കിൽ നിന്റെ തല വെട്ടി കളയുമെന്ന് പറഞ്ഞു. അയ്യോടാ. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പ്രതിമയായിട്ട് ഇവിടെ നിൽക്കുവല്ലേ. അത് ശരി. എന്നെ ഇറങ്ങിയ പിള്ളേരുടെ കൂടെ മ്യൂസിയം കാണാൻ ഇറങ്ങി. എനിക്കങ്ങ് ഇഷ്ടമല്ലാത്ത പരിപാടിയായിരുന്നു.
ആര് പറഞ്ഞു നിങ്ങളെ മ്യൂസിയം കാണിക്കാൻ കൊണ്ടുവന്നു? എന്റെ പൊന്നച്ചായി നിങ്ങളെ മ്യൂസിയം കാണിക്കാൻ കൊണ്ടുവന്നൊന്നുമല്ല, നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കളയാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ നിങ്ങളുടെ മക്കള്. കളയാൻ ഞാൻ കാലൊടിഞ്ഞ പട്ടിക്കുഞ്ഞാണോ എന്നെ കൊണ്ട്? ഓ എന്റെ ദൈവമേ, നിങ്ങളുടെ മക്കള് വന്നിട്ട് എന്റെ 2 ചെവിയുടെ കീഴെ ഇന്നോണ്ടാ പറഞ്ഞത് അച്ചായനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് പൂച്ചക്കുട്ടിയെ പോലെ കറക്കിട്ട് ഒറ്റ വിടിയിൽ വിട്ടിട്ട് നമുക്ക് പോകാന്ന്. പിന്നെ നിങ്ങളുടെ മക്കള് പറഞ്ഞ ഞാൻ കേട്ടതല്ലേ? പിന്നെ പിന്നെ വിളിച്ചാ കേൾക്കും. അവനെയൊക്കെ ഞാൻ എങ്ങനെ വളർത്തിയെന്നറിയാമോ? അവനെയൊക്കെ എന്നാ വിഷമമുണ്ട് എനിക്ക്. പുതിയ ഉടുപ്പൊക്കെ ആണല്ലോ ഇത്. എനിക്ക് തോന്നി ഇവനൊക്കെ ഈ പുതിയ ഉടുപ്പും മുണ്ടും ഷർട്ടൊക്കെ മേടിച്ചു തന്നപ്പോ എന്നെ കളയാൻ കൊണ്ടുപോവാണെന്ന്. ആണാ ഇനിയിപ്പോ അങ്ങനെ തിരിച്ച് വീട്ടിൽ പോന്നെ? അതിനുള്ള ഐഡിയ ഒക്കെ ആയിട്ടാ വന്നേക്കണേ. അതെന്നെ ഐഡിയ? പോന്ന വഴിക്ക് ഞാൻ എന്നെ മാപ്പ് വരച്ചോണ്ടാടാ വന്നത്. അച്ഛന് വൃത്തിയുണ്ട്. മാപ്പ് നോക്കി അങ്ങനെ വീട്ടിൽ ചെല്ലും. ഇത് കണ്ടോ? ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങണതാണ് ജംഗ്ഷനാണല്ലോ. ജംഗ്ഷണം എന്റെ അച്ചായ ജംഗ്ഷൻ. ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ ഇടത്തോട്ട് അങ്ങ് തിരിഞ്ഞങ്ങ് ചെല്ലുമ്പോ ഒരു പശു അവിടെ നിന്ന് പുല്ല് ചെയ്യുന്നുണ്ടോ? അതിനാരും അഴിച്ചോണ്ട് പോയി എടുക്കും. കുഴപ്പമില്ല. പിന്നെ പശു അവിടെ ചാണകം കിട്ടാതെ ഞാൻ അതേ കയറി ചവിട്ടി അതിൽ മുഴുവൻ വരച്ച് ചേച്ചി വെച്ചു. അതൊരു അടയാളമാണ്. അവിടുന്ന് കയറി നേരെ ബസ് സ്റ്റാൻഡിൽ ചെല്ലുന്നു, അടുത്ത ബസ്സിന് കയറി വീട്ടിൽ പോകുന്നു. ഇവര് വരുമ്പോഴത്തേ ചായ അനത്തി നിന്ന് ഞാൻ കുടിച്ചോണ്ടിരിക്കുമ്പോ ഇവര് ചമ്മി നാറിപ്പോവും. സത്യ ഒരു കാര്യം ചെയ്യാവോ? ഈ വാളൊന്ന് പിടിക്കാവോ? വാള് പിടിക്കുവല്ലേ വെക്കുവല്ലേ? അതല്ലെന്ന്, ഈ വാളൊന്ന് പിടിച്ചാലേ എനിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റത്തുള്ളൂ. വാളിക്കടാണോ മൂത്രം ഒഴിക്കണേ? അതല്ല, പെട്ടെന്ന് ഇത് പിടിക്കുകയാണെങ്കിൽ ഞാൻ പോയി പെട്ടെന്ന് പോയി മൂത്രം ഒഴിച്ചിട്ട് വരാം. എന്നാന്നറിയത്തില്ല, എന്തോ സംഭവം നടക്കുന്നുണ്ട്. അപ്പാച്ചി അപ്പാച്ചി ഏറാത്തിൽ എണ്ണ കൊടുത്തു, സാറാത്തിൽ ഉപ്പ് കൊടുത്ത്, ഒന്നാത്തിൽ ഉന്നി കൊടുത്തു. ഉരുട്ടൊരുട്ടി തിന്നേ കേട്ടാറപ്പാ, ഉരുട്ടൊരുട്ടി തിന്നേ കേട്ടാറപ്പാ. കൊക്കി കൊക്കി മുട്ട ഇടും രണ്ടുപേരും. രണ്ടും വരട്ടുന്നുണ്ട്. അപ്പാച്ചി എസ് പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് വിളിച്ചതാ. എന്നാ കേസ് എന്നാ? അയ്യോ നിസാര ആളല്ല വന്നിരിക്കുന്നത്. ആരാ? രാജകുമാരനാ. എവിടുത്തെ? തെലുങ്കാനയുടെ മൂലക്ക് മുങ്കാന എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ രാജകുമാരനാ വന്നിരിക്കുന്നത്. എന്നാ പുള്ളി ഇവിടെ വന്ന് ആയിരിക്കുന്ന പ്രതിഭ കണ്ടോ? അതാ രാജകുമാരന്റെ അച്ഛന്റെയാ. ആണോ? ആ, ഞങ്ങളുടെ ഈ രാജകുമാരൻ ചെറുതായിരുന്നപ്പോ ഈ അച്ഛൻ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ എത്ര രാജ്യത്ത് അന്വേഷിച്ച് കിടന്നറിയാവോ? ഒരു സ്ഥലത്തും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം. അതുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വരും, പൂജ ചെയ്യും, കരയും, തിരിച്ചു പോകും. അത് തന്നെ പരിപാടി. ഇഞ്ചിക്കൊടുത്ത് ഇഞ്ചിക്കൊടുത്ത് ഇന്നക്കൊടുത്ത പാപ്പാച്ചി. ചില്ലിട്ടടച്ചതല്ലേ വെറുതെ. നമ്മുടെ പാട്ട് അവർക്ക് അറിയാൻ തോന്നുന്നു കേട്ടോ. പ്രസാദലോ ലഡുങ്ക എല്ലാവരും കൊടുക്കും. ലഡുങ്ക நல்லா இருக்கணும், நல்லா இருக்கணும், நல்லா இருக்கணும். ఇక్కడ మారు ఇక్కడ మారు ఇక్కడ మారు సార్ പ്രസാദില് വേണ്ടല്ലോ. ലഡുങ്ക 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 മുളുങ്ക മുളുങ്കോ മുളുങ്ക. ലഡുങ്ക എനിക്ക് ലഡുങ്ക വേണം, പ്രസാദം വേണം. ലഡുങ്ക 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 ചോദിച്ചു. വേണ്ടെന്ന് പറ, വേണ്ടെന്ന് പറയുന്നു. നിന്നെ പോലെ ചീട്ടിലെ വേറൊരു രാജാവ്. അയ്യോ അപ്പാച്ചി 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 ఇక్కడ మారు ఇక్కడ మారు ఇక్కడ అప్పాచి అప్పాచి ఇక్కడ మారు ఇక్కడ మారు ఇక్కడ మారు నేను ఇక్కడ మారు ఇక్కడ మారు ఇంత ప్రతిమాల వదను ఇంత ప్రతిమాల వదను സമാധി സത്യമാ സമാധി. ഇവിടെ കന്യാഞ്ജനാണ് സമാധി. അതല്ല പറഞ്ഞത്, പായസം കിട്ടും. അതല്ല പറഞ്ഞത്. ഈ പ്രതിമയുടെ മുഖവും അച്ഛന്റെ മുഖം ഒരേപോലെ ഇരിക്കണമെന്ന്. അപ്പാച്ചി അപ്പാച്ചി അയ്യോ കറക്റ്റ്. ഉണ്ണി വരെ ഇവിടെ ഉണ്ട് കണ്ടാ. കറങ്ങി പോട്ടെ, തലയിറങ്ങി വീടിക്കൊണ്ടിരിക്കും. അപ്പാച്ചി
നീങ്കളാണ് മഹാരാജാലു ഇന്ന മഹാരാജാലു മകളു നാനു എന്നതാണ് ഈ പറഞ്ഞത്? അച്ഛനാണ് മഹാരാജാവ്. മഹാരാജാവിന്റെ മകനാണ് ഈ നിക്കണെന്നാ പറയണത്. ഞാനും എന്റെ അച്ഛനോ? ആ എന്നെ അപ്പാച്ചി കൊള്ളാം നല്ല അപ്പാച്ചിലോ. അക്കടി പാരോ അക്കടി പാരോ അങ്ങോട്ട് വരാൻ, അങ്ങോട്ട് വരാൻ. ಮುಂಗಾರ ದೇಶದ ಸಿಂಹಾಸನ സിംഹാസനത്തിൽ ഖാലി അപ്പുറത്തല്ലേ മുങ്കള വന്ന് കുക്കറാണ് മനസ്സിലായോ വല്ലതും? ഞങ്ങളുടെ രാജ്യത്തെ സിംഹാസനം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കണ്. അച്ഛൻ വന്ന് രാജാവായിട്ട് സ്ഥാനം ഏറ്റു കഴിഞ്ഞാൽ അവിടുത്തെ രാജാവ് അച്ഛനാ. മഹാരാജ മഹാരാജ സത്യപ്രതാപ വർമ്മ നീണ്ട നാൾ വാൾകളോ നീണ്ട നാൾ വാൾകളോ സത്യപ്രതാപ വർമ്മ അച്ഛന്റെ പേര്. എന്റെ പേര് രമേശൻ നായർ നന്ദി. ആ പേര് കൊള്ളില്ല. കൊള്ളില്ലെന്ന് പറഞ്ഞ എനിക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടു അതിലാ നീ. തമാജി അപ്പാജി പറോ പുറപ്പെടാ പുറപ്പെടാ ദേശക്കറി പോറാ അല്ല ഞാൻ വരാം. ഈ രാജ്യത്ത് രാജാവ് അവിടെ എന്നാ ഉണ്ട് അതൊന്നും പറ. അവിടെ എന്നാ ഉണ്ടെന്ന് 1000 കുതിര, 1000 ആന. ആ ചാണകം പോരാനായിരിക്കും എന്നെ വിളിക്കുന്നത്. അതിനല്ലെന്ന് 10-15 കൊട്ടാരം, നിലവറം നിറച്ച് സ്വർണം, 10000 ഏക്കർ നിലം. രാജാവായിട്ട് അവിടെ ഒന്ന് സ്ഥാനം എടുത്ത് കഴിഞ്ഞ ഈ സ്വത്തുക്കളല്ലോ അച്ഛന് സ്വന്തം. ആണോ? കാക്കലെ സ്വന്തം ആണോ? കാക്കലെ ചിത്രം വിട്ടേ അപ്പൊ ഞാൻ മൂങ്കാന രാജ്യത്തെ രാജാവ്. അപ്പുറത്താ അപ്പാച്ചി അപ്പാച്ചി ഇന്നൊക്കെ അപ്പാച്ചി പോവല് പോവല് വാ. എനിക്ക് ജോലി കിട്ടി. ഞാനങ്ങ് പോവാ. എവിടെ ജോലി കിട്ടി? രാജാവായിട്ട്. രാജാവായിട്ട് ജോലി കിട്ടിയോ? എന്നാ അച്ഛൻ ഒരു കാര്യം ചെയ്യോ, അവരോട് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ജോലി മേടിച്ചു തരാവോ? നിനക്കാ? ആ പറഞ്ഞു നോക്കി അതെ, ഇവന് എന്റെ മന്ത്രിയാക്കാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ആ കോസ്റ്റ്യൂം വിത്ത് മന്ത്രി. അതെ. മന്ത്രികളെ അപ്പറയല്ലാണ് നിങ്ങളെ മഹാരാജാളോ അന്നേരം പോത്തേ തിരുവായിക്കേ എതിർവായി എടുക്കണം തിരുവായിക്ക് എതിർവായില്ല. രാജാവിന്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ. അപ്പൊ മന്ത്രി ഞാൻ സത്യപ്രതാപ വർമ്മ നീണ്ടലാൾ വാൾകളോ ഇവിടെ വന്നടാ. ഇങ്ങോട്ട് മാറി. എന്താ അച്ഛാന്നോ? നീയൊക്കെ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന്? മ്യൂസിയം മ്യൂസിയം? എടാ എന്നെ ഇവിടെ കളയാൻ കൊണ്ടുവന്നല്ലടാ. എടാ നിനക്കൊന്നും എന്നെ വേണ്ടായിരിക്കും. പക്ഷെ ഇത് കണ്ടോ, വേറെ രാജ്യത്തെ രാജകുമാരനാ. അവൻ എന്നെ വേണം. ഞാൻ അവന്റെ കൂടെ പോവാ. ഞാൻ രാജാവായടാ. സന്തോഷം, നമ്മുടെ നാടെല്ലാം സന്തോഷം. നഷ്ടപ്പെട്ടു പോയ രാജാവിനെ തിരിച്ചു കെട്ടിച്ചറിഞ്ഞ് നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു. എന്താ ഫയർഫോഴ്സിനെ വിളിക്കുക? അതല്ലെന്ന്, നാടെങ്ങും ഭയങ്കര സന്തോഷം, ഉത്സവാഘോഷിച്ചിരിക്കുക. ആണോ? പിന്നെ വേറെ പ്രശ്നമുണ്ട്. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ രാജാവിനെ തിരിച്ചു കിട്ടതറിഞ്ഞ് അയൽ രാജ്യത്തെ രാജാവ് നമ്മുടെ ഇപ്പോഴത്തെ രാജാവായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക. രാജാവ് നീലാൽ വാഴുക. യുദ്ധം പ്രഖ്യാപിച്ചു. കുറെ നാളായി യുദ്ധം ചെയ്തിട്ട് ഇവനെയൊക്കെ ഞാൻ യുദ്ധം ചെയ്തിട്ട് ഇവനെയൊക്കെ അടിച്ച് ശരിയാക്കില്ലെങ്കിൽ എന്റെ പേര് എന്നാ പറഞ്ഞ എന്നതായി വിളിച്ചു പറയണേ. നമ്മളെ പോലത്തെ സെറ്റപ്പ് അല്ല, ഭയങ്കര സെറ്റപ്പ് അവർക്ക്. ബീരങ്കിപ്പട, വിഷയകണ്ണ്, തോക്ക്, കുന്തം, എല്ലാ സെറ്റപ്പും അവർക്കുണ്ട്. നമ്മളെക്കാളും ബെടാ ടീമാണ് അവര്. അവർക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ പാടാണ്. അപ്പൊ യുദ്ധം ചെയ്താൽ നമ്മൾ തോക്കും. ഞാൻ ചാകും. ഉറപ്പാണ്? ഉറപ്പല്ലേ? ആരവിടെ? എന്നാ ചായ? അച്ചായനോ? പിന്നെ ഞാൻ എന്നാ വിളിക്കുന്നേ? രാജാവന്ന്. അപ്പൊ രാജ എന്നാ രാജ? നിന്റെ നാക്കി നീ കൽപ്പിച്ചാലും പ്രഭു. മൂങ്കാന രാജ്യത്തെ രാജാവിന്റെ ആദ്യ കൽപ്പന. എന്തോ ജീവൻ വേണമെങ്കിൽ ഓടിക്കോളൂ. അപ്പാച്ചി